ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. വളരെയധികം ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള മുരിങ്ങക്ക കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരടിപൊളി ഒഴിച്ചുകറി ഇന്നുണ്ടാക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് ഒരു മുരിങ്ങക്ക മപ്പാസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് നമുക്ക് 7-8 മുരിങ്ങക്കായ എടുക്കാം. മുരിങ്ങക്കായുടെ പുറമൊന്ന് ചിരണ്ടി എടുക്കുകയേ ചെയ്യാവൂ. അതിൻ്റെ തൊലി ചെത്തിക്കളയരുത്. തൊലിയിലാണ് മുരിങ്ങക്കായുടെയൊക്കെ ഗുണങ്ങളിരിക്കുന്നത്. മുരിങ്ങക്ക തീരെ ചെറിയ കഷ്ണമാക്കാതെ ഇതേ വലിപ്പത്തിൽ കഷ്ണമാക്കിയെടുക്കുക. ഒരു വലിയ സവാള, 1.5 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി അല്ലി നീളത്തിൽ കീറിയത്, 2-3 ഹോൾ സ്പൈസസിൻ്റെ ഇല, 2 തണ്ട് കറിവേപ്പില, 2 മീഡിയം സൈസ് ടൊമാറ്റോ, 2 പച്ചമുളക്. പിന്നെ നമ്മൾ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പാൽ പിഴിയാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുക്കുക. 3 ടേബിൾ സ്പൂൺ മീറ്റ് മസാല പൗഡർ. ഞാൻ ഉണ്ടാക്കിയ മസാല പൗഡറാണ്. അതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അതില്ലാത്തവർ 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ എടുക്കുക. സവാളയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞും ഇഞ്ചി പൊടിയായി അരിഞ്ഞും പച്ചമുളക് അറ്റം മാത്രം കീറിയുമാണ് എടുത്തിരിക്കുന്നത്. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് നാടൻ കറികൾക്ക് ഉത്തമം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഉലുവയും ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തീർന്നാലാണ് സവാളയും വെളുത്തുള്ളി, ഇഞ്ചിയും, ഓൾ സ്പൈസസിൻ്റെ ഇലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് സവാള നന്നായി സോട്ട് ചെയ്ത് എടുക്കാം. സവാള വഴന്ന് ഒരു ചെറിയ പിങ്ക് കളറാകുമ്പോൾ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ വഴന്ന് എണ്ണ തെളിയുമ്പോൾ ആ എണ്ണയിൽ ഇട്ട് ടൊമാറ്റോ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ വഴന്ന് കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് മഞ്ഞളിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. മഞ്ഞളിൻ്റെ പച്ചച്ചുവ മാറിയാണ് 2.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ മീറ്റ് മസാല പൗഡറിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. മീറ്റ് മസാല പൗഡർ ഇല്ലാത്തവർ 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഈ മീറ്റ് മസാല പൗഡർ ചേർത്തുണ്ടാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക രുചിയാണ്. ഇനിയും ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങയിൽ നിന്നും എടുത്ത തേങ്ങാപ്പാലിൻ്റെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഗ്രേവി തിളയ്ക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്ക അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേകുന്നത് വരെ അടച്ചു വെക്കാം. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മുരിങ്ങക്ക വേകുന്നത് വരെ അടച്ചു വെക്കാം. വീണ്ടും അടപ്പ് തുറന്ന് നോക്കാം. മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പീരയിൽ നിന്നെടുത്ത 1-ാം പാൽ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ചെറുതായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്കിക്കൊണ്ട് വേണം നമ്മൾ തിളപ്പിക്കാൻ, അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോകും. കറി കേടാകാതിരിക്കാനാണ് നമ്മൾ ഇളക്കിക്കൊണ്ട് തിളപ്പിക്കുന്നത്. അങ്ങനെ രുചികരമായ നമ്മുടെ മുരിങ്ങക്ക മപ്പാസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരുപാട് ഗുണങ്ങളുള്ള വളരെയധികം രുചികരമായ ഈ ഒരു കറി മതി വയറ് നിറച്ച് ചോറുണ്ണാൻ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.